നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് കിടക്കുന്നത്. ദേ, ഒരാള് ബെഡിലും ഒരാള് താഴെ. ആണോ? അല്ലേ? അതല്ലേ സത്യം? അതല്ലേ സത്യം? പറ, സത്യം പറ. അതല്ലേ സത്യം? നീ വരുന്നില്ലേ? നീ വാ, നീയും കാണണം. വേണ്ട. അല്ലെങ്കിൽ വേണ്ട, നീ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് വാ, നീ വാ. ഈ കല്യാണ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പൃഥ്വിയെ കാണിച്ച് ഞാൻ പൃഥ്വിയുടെ ഭാര്യയാണെന്ന് ഓർമ്മിപ്പിക്കണം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ഫോണൊക്കെ എടുക്കാൻ അവകാശമുണ്ട്. കള്ളനും കള്ളി ഈ കപ്പലിൽ തന്നെയാണ്. വാ. ചെറിയ പതുക്കെ. എന്താ കിരൺ? ഇതൊക്കെ എന്തിനാ ഇപ്പൊ എടുത്തോണ്ട് വന്നേ? ഞാൻ പറയുന്ന കേക്ക്. ഇതൊക്കെ അവര് വരൂ ഇപ്പോ. ആര്? ഇപ്പൊ എന്തിനാ ഇത്? എന്താ കിരൺ, മാറങ്ങോട്ട്. താങ്ക് യു. നോക്ക് പൂർണിമേ, താലി പോലും ഇല്ലാതെയാണ് ദുർഗ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങള് കഴുത്തില് താലിയും നെറുകയില് സിന്ദൂരവും നടക്കൂ. വാ വാ, ഇനി നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. വാ വാ. വാ വാ, നോക്ക്, ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവണം. നോക്ക് നോക്ക്. എന്താ ചേച്ചി? ചോദരി എന്തായി? ചോദരി പൂർണിമേ, താലി എവിടെ നിന്ന്? ചോദരി ചോദരി, ചോദിക്കങ്ങോട്ട്. താലിയുണ്ട്. ഇതങ്ങനെ എന്താ? എന്ത് പറ്റി? ഈ താലി ഇല്ലായിരുന്നല്ലോ, ഈ സിന്ദൂരം ഇല്ലായിരുന്നല്ലോ. അയ്യോ, ഇതെവിടുന്ന് വന്നു? എന്താ സംഭവം? എന്തായി പറയുന്നേ? താലി സിന്ദൂരം ഉണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നതല്ലേ? അങ്ങനെയല്ല, നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. ശരിക്കും ഇല്ലായിരുന്നു, സത്യം. അതാണോ? നേരത്തെ ഞാൻ വന്നപ്പോ മാല ഇടാൻ മറന്നിരുന്നു. ചുമ്മാ വെറുതെ പറയുന്നു. അപ്പോഴായിരിക്കും ചെറിയച്ചൻ കണ്ടത്. കുളിക്കാൻ കയറിയപ്പോഴേ ഞാൻ മാല ഊരി വെച്ചിരുന്നു. അതായിരിക്കും. അതാ. പക്ഷെ സിന്ദൂരം തൊട്ടിരുന്നു കേട്ടോ. ഇത് പറയാനാണോ ചെറിയച്ചൻ എന്നെ വിളിച്ചോണ്ട് വന്നത്? ഇന്നത്തെ കാലത്ത് താലിമാല ഊരി വെക്കുന്നതും സിന്ദൂരം തൊടാതെ നടക്കുന്നൊന്നും വലിയ സംഭവമൊന്നും അല്ല. അതെ, എത്രയോ പേരങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നു. അല്ല, ഇത് കള്ളത്തരം, ചതി.
ആരാ താലിയിടാതെ നടക്കണേ? ദുർഗ ഇന്ന് താലിമാല ഇട്ടിട്ടില്ലെന്നും സിന്ദൂരം തൊട്ടിട്ടില്ലെന്നും ഒക്കെ ചെറിയച്ചൻ പറയുമായിരുന്നു. ദുർഗയോ? ദുർഗ എപ്പോഴും താലിമാല ഇടാറുണ്ടല്ലോ. ആ ആ ഇടാറുണ്ട്. കുളിക്കാൻ കയറിയപ്പോ ഊരി വെച്ചതാന്ന്. അത് കഴിഞ്ഞിട്ട് ഇടാതെ വന്ന സമയത്താ ചെറിയച്ചൻ കണ്ടത്. ഓവോ, അതിനിപ്പോ എന്താ? ഞാൻ ദേ ഉള്ള കാര്യം ഞാൻ പറയാം. ഇവര് രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും എനിക്ക് സംശയോ. അതെന്താ ചെറിയച്ചൻ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാതെ വെറുതെ ഇങ്ങനെ വന്ന് താമസിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും എനിക്കറിയത്തില്ല. സഹദേവൻ എന്തൊക്കെ ഈ പറയണത്? അങ്കിളിന് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. എന്തോ? എനിക്ക് ഒരു തെറ്റിദ്ധാരണയും ഇല്ല. നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് കിടക്കുന്നത്. ഒരാള് ബെഡിലും ഒരാള് താഴെ. ആണോ? അല്ലേ? അതല്ലേ സത്യം? അതല്ലേ സത്യം? സത്യം പറ, അതല്ലേ സത്യം? നിലത്ത് നിന്ന് ഷീറ്റ് നീ മടക്കുന്നത് ഞാൻ കണ്ടതാ, അല്ലേ? അത് താഴെ വീണ ഷീറ്റ് എടുത്ത് മടക്കുന്നത് കണ്ടതായിരിക്കും. അതെ, ഞങ്ങളുടെ ബെഡ്റൂമിൽ സംഭവിക്കുന്ന എന്താണെന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ. ചെറിയച്ചൻ എങ്ങനെ ഇതൊക്കെ അറിയുന്നേ? ഹലോ, അതെ, ഞാൻ അതുവഴി പോയപ്പോ കണ്ടതാ. എന്നാലും ചെറിയച്ചന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതിപ്പോ ഞങ്ങൾക്കൊരു പ്രൈവസി ഒക്കെ ഇല്ലേ? അതെ, ബെഡ്റൂമിൽ ഞങ്ങൾ എങ്ങനെയാണെന്ന് ഒരാൾ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അയ്യോ, നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇനി വേറെ അർത്ഥമൊന്നും ഉണ്ടാക്കല്ലേ. ഇവര് പറയണതിൽ എന്താ തെറ്റ്? സഹദേവൻ പറഞ്ഞതിന്റെ അർത്ഥം അതൊക്കെ തന്നെയല്ലേ? അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. അടിച്ചു കൊല്ലി. ചെറിയച്ച, മതി മതി, നിർത്ത. ഇനി അതിനെ പറ്റി സംസാരിക്കണ്ട. കിരൺ, ദുർഗ, നിങ്ങൾ റൂമിലേക്ക് പോവാൻ നോക്കിയേ. അല്ല, അപ്പൊ മറ്റേ നിർത്ത ചെറിയച്ച. ചെല്ല്, നിങ്ങൾ ചെല്ല്. Too bad. മതി, നിർത്ത, മതി. നാണല്ലേ സഹദേവ നിനക്ക്? എന്റെ ചേച്ചി അതല്ല. ആരെടുത്ത് പറയും ഞാൻ പോയി. ആകെ തണക്കേടായി. എന്നാലും എന്തോ സംഭവിച്ചല്ലോ. കിട്ടിപ്പോയി സിന്ദൂരച്ചപ്പ്, ഇട്ട സിന്ദൂരച്ചപ്പ് കിട്ടിപ്പോയി. എടാ കിരണേ, നിന്റെ കള്ളത്തരം പൊളിച്ചടാ. പൂർണിമേ, പൂർണിമയ്ക്ക് അല്ലെങ്കിൽ വേണ്ട, ഇതിനും കൂടെ ഞാൻ അവിടെ തന്നെ. പക്ഷേ സഹദേവം പോക്കും അടുത്ത തവണ. സംതിങ് ഫിഷി. സഹദേവനങ്ങളിലും ദുർഗയോടും കിരണിനോടും അത്ര താല്പര്യമില്ല. ഒരാവശ്യം വന്നാ ഒരു ഹെൽപ്പ് ചോദിച്ചാൽ കിട്ടിയേക്കും.